ഹായ് ദോസോ, ഞാൻ എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ കേട്ടോ. കണ്ണൂർ ജില്ലയിൽ എന്റെ സ്വന്തം നാട്ടിൽ, അതായത് മൈതാനപ്പള്ളി പാലാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിൻലി ഈ ഒരു വീഡിയോ നമ്മുടെ സ്വദേശവാസികൾ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് വാ കാണിച്ചു കൊടുക്കുക. വാ, നമ്മുടെ ഈ ഒരു പാലത്തിന്റെ അവസ്ഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പം നമ്മളൊന്നിച്ച് കുറച്ച് നാട്ടുകാർ കൂടി നമ്മളൊന്നിച്ചുണ്ട്. വാ വാ ഇക്ക, നമ്മുടെ ഈ പാലം എത്ര കൊല്ലായി ഉണ്ടാക്കിയിട്ട്? 1990-92 കാലഘട്ടത്തിലാണ് ഈ ഒരു പാലം പണിതത് അല്ലെ? എന്താണ് ഈ ഒരു 35 വർഷം കൊണ്ട് നമ്മുടെ പാലം ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണ്? ഇതൊന്നും കാണുന്നില്ല. ഇപ്പോ താഴെ അടിയിലെ പാലത്തിന്റെ പൊടി പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ലേ? പിന്നെ ഇവിടെ ഒരു 5 കൊല്ലം മുമ്പേ ഇവിടെ ഒരു സർവീസ് നടത്തിന് പാലം പുതുപാലം വരാനുള്ള. അത് 5 കൊല്ലം ഇതുവരെ അതിന്റെ വന്നിട്ടില്ല. ഇവിടെ അവര് അതിന്റെ അഡ്രസ് ഒന്നുമില്ല. ഇതിനിടെ ഒരു കൊല്ലം മുന്നേ 2 കൊല്ലം മുൻപേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നല്ലോ, വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു പാലത്തിന് 2 കോടി എങ്ങാണ്ടോ പാസ്സായി. ആ 2 കോടി ഇതുവരെ ആയിട്ട് ചെലവാക്കിയിട്ട് കാണുന്നില്ല അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു പാലത്തിന്റെ അപകടാവസ്ഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ സ്വദേശവാസികളോട് വാ നമ്മുടെ സ്വദേശവാസികളോട് ഈ ഒരു പാലത്തിന്റെ അവസ്ഥ കൂടുതലായി വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും കാണുന്ന സംഭവം തന്നെയാണ്. ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പാലത്തിന്റെ അവസ്ഥ കേട്ടോ. ആകെ 35 വർഷമായിട്ടുള്ളൂ ഈ ഒരു പാലത്തിന്റെ പണി കഴിഞ്ഞിട്ട് കേട്ടോ. 35 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു പാലത്തിന്റെ പണി കഴിഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു 35 വർഷം കൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു 35 വർഷം കൊണ്ട് ഈ ഒരു പാലം ഇപ്പൊ കാണുന്ന ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടില് ഈ ഒരു ഭാഗത്തൊക്കെ കാണിച്ചൂടെ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് കണ്ടമാനം പാലങ്ങളുണ്ട് അല്ലെ? 50 വർഷവും 70 വർഷമൊക്കെ ആയിട്ട് നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനേകം പാലങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ഈ ഒരു പാലം ആകെ 35 വർഷമേ ആയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഒരു പാലം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ആയി തീർന്നിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം വേണ്ടപ്പെട്ട അധികാരികൾ ഉണ്ടെങ്കിൽ ഇതിന് ഒരു ഉത്തരം തന്നേ മതിയാവും. അതുപോലെ തന്നെ ഇതിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇത് കാണിച്ചു കൊടുത്തേ. ഇതെല്ലാം അവസ്ഥ കേട്ടോ. നമ്മുടെ നാട്ടിലെ പാലത്തിന്റെ അവസ്ഥയാണ്. ആകെ 35 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു പാലം പണിതിട്ട് കേട്ടോ. വൈസൽക്ക, നമ്മുടെ ഈ പാലത്തിനെ പറ്റി എന്താ പറയാനുള്ള വൈസൽക്കാക്ക്? ഒരു സെക്കൻഡ്. ഇത് ഏകദേശം ശോചനീയാവസ്ഥയിലാണ് കാണുന്നത്. ഇത് എത്ര വർഷമായി ഏകദേശം പണിതിട്ട്? ഹെൽമെറ്റ് എടുത്തോ? ഓർമ്മ ഒരു 20 വർഷം അല്ലേ? 90-92 കാലഘട്ടത്തിലല്ലേ പണിതേ? അപ്പൊ 30 വർഷം. ആകെ 35 വർഷമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാലത്തിന്. നാട്ടിൽ പണിയുന്ന പാലങ്ങൾക്കൊക്കെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് 30 വർഷം അല്ലല്ലോ. നമ്മുടെ നാട്ടിൽ 50-70 പാലങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല അല്ലെ? അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഒരു പാലത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമാണല്ലേ? അടിഭാഗം തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഭയങ്കര പോയിട്ടാണ് അടിഭാഗത്തൂടെ നമ്മൾ സ്ഥിരം പോകുന്നതാണ്. പാലത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് നിലവില് ഇപ്പൊ എന്താ പറയാ, കൈവേദിയിൽ പൊട്ടിക്കിടക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ അങ്ങനെ ഇങ്ങോട്ട് വണ്ടി കയറിനിക്കൽ അവിടെ നിക്കണം. ഇതെല്ലാം അവസ്ഥ. വീതിയില്ല പാലത്തിന് തീരെ. പക്ഷെ ഈ ഒരു പാലം 10-35 കൊല്ലമായിട്ടുള്ളൂ. 35 വർഷം കൊണ്ട് ഇങ്ങനെ ഒരു പാലം നശിക്കാൻ വേണ്ടിട്ട് എന്താ കാരണം? അധികൃതര അവസ്ഥ ഈ പാൽ കൈവേരി ഒന്നും തേച്ചിട്ടൊന്നുമില്ല. ഇത് പണിയെടുത്തിട്ട് അങ്ങനെ തന്നെ ഉണ്ട്. തേപ്പൊന്നും കഴിച്ചില്ല.
അങ്ങനെയാണ് ഏത് വർഷം നമ്മള് ചെറുതിനാണ് നമ്മളിതിന് വേണ്ടിട്ട് മെനക്കെട്ടി റോഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അതെന്ത് തന്നെ ആവട്ടെ വേണ്ടുന്ന സമയത്ത് വേണ്ട രീതിയിൽ നമ്മൾ ചോദിക്കുന്നതിന് മുൻപായിട്ട് ചെയ്തു തരേണ്ട ബാധ്യത എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, അതായത് നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികൾക്കുണ്ട്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ റോഡ് ടാക്സോ അതുപോലെ തന്നെ വാഹന ഇൻഷുറൻസോ കെട്ടാതെ നമ്മൾ ആ വണ്ടി എടുത്തിട്ട് റോഡിലൂടെ പോകുന്ന ടൈമിൽ പിന്നെ വല്ല എം വി ഡി ഒ പോലീസുകാരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ പിഴ ചുമത്താറുണ്ട്. പക്ഷെ നേരെ മറിച്ച് നമുക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു തരാത്തതിൻ്റെ പേരിൽ നമ്മൾ ആരുടെ മേലാണ് നമ്മൾ പിഴ ചുമത്തേണ്ടത്? പാലത്തിന്റെ അടുത്ത്. അപ്പൊ ഇവർക്ക് വേറെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ വേസ്റ്റിന്റെ അവസ്ഥയാട്ടോ. ഞാൻ മുൻപ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല വീഡിയോകളിലും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വേസ്റ്റിന്റെ അവസ്ഥ. അപ്പം ഇതുകൂടി കണ്ടിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികൾ കണ്ണ് തുറക്കാൻ അപേക്ഷിക്കുകയാണ് ദയവ് ചെയ്ത്. അപ്പം ഈ ഒരു പാലത്തിന്റെ ഒരു ഭാഗത്തല്ല 4 ഭാഗത്തും വേസ്റ്റുകൾ കുന്നുകൂടി കിടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ നാട്ടിലെ വേസ്റ്റിന്റെ അവസ്ഥ കേട്ടോ.